വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോദാ എന്റെ മക്കൾ എല്ലാവരും LSSന് വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ LSS എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോയില് നമ്മുടെ EVSല് LSS ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. ആൻഡ് LSS എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. എല്ലാവർക്കും പഠിക്കണം അല്ലെ. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ പക്ഷികൾ, ബേർഡ്സ് ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകം, ആ ഒരു ബുക്ക് രചിച്ചിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ്: ഡോക്ടർ മാധവൻ നായർ, ഡോക്ടർ സലീം അലി, സി റഹീം, ഇന്ദുചൂടൻ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ മക്കൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്കാം. കേരളവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. കേരളത്തിലെ പക്ഷികളാണ് ബേർഡ്സ് ഓഫ് കേരള. ഇന്ത്യ അല്ല, കേരളത്തിലേതാണ് അല്ലെ. അപ്പൊ കേരളത്തിലെ പക്ഷികൾ അല്ലെങ്കിൽ ബേർഡ്സ് ഓഫ് കേരള രചിച്ചിട്ടുള്ളത് നമ്മളുടെ ഇന്ദുചൂടനാണ്. ഇന്ദുചൂടൻ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഇന്ദുചൂടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് കൂടെ മക്കൾ ഓർത്തു വെക്കുക: KK നീലകണ്ഠൻ. ഓക്കെ, KK നീലകണ്ഠൻ അല്ലെങ്കിൽ ഇന്ദുചൂടൻ. ഈ രണ്ട് പേരും ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ കണ്ടേക്കാം. അപ്പൊ ഇതിൽ ഏത് വന്നു കഴിഞ്ഞാലും ഇത് രണ്ടും ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള രചനയാണ് കേരളത്തിലെ പക്ഷികൾ അല്ലെ, ബേർഡ്സ് ഓഫ് കേരള എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരാളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മറ്റൊരാളുടെ പേര് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരും ഈ കൂട്ടത്തിൽ നമ്മൾ ഓർത്തു വെക്കണം. കാരണം ഇവരെ രണ്ടുപേരെയുമാണ് നമ്മുടെ നേരത്തെ ഓപ്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ ഈ ഒരു പേര്. അപ്പൊ ഇവരെ രണ്ടുപേരെയും നമ്മൾ ചിലപ്പം എന്ത് ചെയ്യും, കൺഫ്യൂഷൻ വരും നമുക്ക്. അപ്പൊ പഠിച്ചു വെക്കുക, കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്ന സമയത്ത് അത് ഇന്ദുചൂടനാണ്, KK നീലകണ്ഠനാണ് ആ ബുക്ക് രചിച്ചത്. എന്നാൽ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഡോക്ടർ സലീം അലിയാണ് അല്ലെ. ഡോക്ടർ സലീം അലിയാണ് അവിടെ നമ്മുടെ ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ സലീം അലീനെ നമുക്ക് മറന്നു പോവില്ല. പക്ഷെ ഇന്ദുചൂടൻ, KK നീലകണ്ഠൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ അല്ലെ. നമ്മളുടെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്. അപ്പൊ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം അല്ലെ, നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളെന്ന് പറയുന്നത് ഡോക്ടർ സലീം അലിയാണ്. സോ അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള നവംബർ 12 നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. നവംബർ 12 നമ്മൾ എന്ത് ചെയ്യുന്നത്, ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. സോ നവംബർ 12 നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: Which part comes out first while seed germination? Put a tick mark അല്ലെ. വിത്ത് മുളയ്ക്കുന്ന സമയത്ത് ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ്? കോട്ടിലിഡൻ, റാഡിക്കൽ, പ്ലമ്യൂൾ, ഡൈക്കോട്ടിലിഡൻ അല്ലെ. ബീജപത്രം, ബീജമൂലം, ബീജശീർഷം, ദ്വിബീജപത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, ഒരു വിത്ത് മുളച്ചു വരുവാണ്, ഒരു വിത്ത് ഇങ്ങനെ മുളച്ചു വരുവാണ്. നമ്മൾ മുള വന്നു എന്ന് പറയാറുണ്ട് അല്ലെ. അങ്ങനെ ആദ്യം പുറത്തു വരുന്ന പാർട്ടിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ആദ്യം പുറത്തു വരുന്ന പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് റാഡിക്കിൾ അഥവാ ബീജമൂലം അല്ലെ. റാഡിക്കിൾ അഥവാ എന്താണ്? ബീജമൂലം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ റാഡിക്കിൾ എന്ന് പറയുന്നതാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? റൂട്ടായിട്ട് മാറുന്നത് അല്ലെ. ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ബീജമൂലമാണ് പിന്നീട്, അതായത് ആ ചെടി വളരുന്ന സമയത്ത് അതിന്റെ വേരായിട്ട്, മണ്ണിലേക്ക് വളർന്നിട്ട് അതിന്റെ വേരായിട്ട് മാറുന്നത് ഈ പറയുന്ന റാഡിക്കിൾ അഥവാ ബീജമൂലമാണ്. അപ്പൊ ആദ്യം പുറത്തു വരുന്ന പാർട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം അത് റാഡിക്കിൾ ആണ് അല്ലെ, അത് ബീജമൂലമാണ്. വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്: ഫ്രം വേർ ഡസ് ദ സ്പ്രൗട്ടഡ് സീഡ് ഗെറ്റ് ഫുഡ് ഇറ്റ് നീഡ്സ് ടു ഗ്രോ അല്ലെ. അതായത് നമ്മളുടെ തൈച്ചെടി, അതായത് നമ്മളുടെ ഒരു വിത്ത് മുളച്ചിട്ട് ഒരു ചെടിയായിട്ടല്ലേ, ഒരു കുഞ്ഞു ചെടിയായിട്ട് വന്നിരിക്കുകയാണ്. അതിന് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് ലീഫ് ഒന്നും വന്നിട്ടില്ല, അതിന് ഇലകളൊന്നും വന്നിട്ടില്ല. എന്നാൽ അതിന് വളരണമെങ്കിൽ ഭക്ഷണം വേണോ അല്ലെ. അത് ആരാണ് കൊടുക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അതിന്റെ ഉത്തരം? ലീവ്, സോയിൽ, കോട്ടിലിഡൻ, സ്റ്റെം അല്ലെ. ഇലയിൽ നിന്ന്, മണ്ണിൽ നിന്ന്, ബീജപത്രത്തിൽ നിന്ന്, തണ്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കോട്ടിലിഡൻ ആണ് അല്ലെ. ബീജപത്രം, ബീജപത്രം അഥവാ കോട്ടിലിഡനാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പം ചെടി വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചെടിക്ക് ഇലയൊക്കെ വന്ന് ഇലയിൽ അത് എന്ത് ചെയ്യും, സ്വയമായിട്ട് ഭക്ഷണം പാകം ചെയ്യും അല്ലെ. ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിലൂടെ അത് സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നില്ലേ. അപ്പോഴേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ കോട്ടിലിടനൊക്കെ വീണു പോകും. എന്നാൽ അതുവരെ നമ്മുടെ കോട്ടിലിടനാണ് ഈ ചെടിക്ക്, ഈ തൈച്ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഫുഡ് നൽകുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനകത്താണ് ഈ ഒരു ഒരേ കൺസെപ്റ്റ് അല്ലേ. അപ്പൊ ഇതിനകത്തുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ: നെയിം ദ പാർട്ട് ദാറ്റ് ഗ്രോസ് ടു ഫോം ദ stem
ഓഫ് എ പ്ലാന്റ്, ചെടിയുടെ കാണ്ഡമായി തീരുന്നത് ഏത് ഭാഗമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ചെടി വളരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ 2 ഭാഗം പറഞ്ഞു അല്ലെ. ആദ്യം പുറത്തു വരുന്നത് റാഡിക്കിൾ ആണ്, ബീജമൂലമാണ്. ആൻഡ് ഫുഡ് കൊടുക്കുന്നത്, അതിന് വേണ്ട ഭക്ഷണം കൊടുക്കുന്നത് എന്താണ്, നമ്മുടെ കൊട്ടിലിടണം അഥവാ ബീജപത്രമാണ് അല്ലെ. ഇനി അത് വളരുന്ന സമയത്ത് അതിന്റെ കാണ്ഡമായിട്ട്, അതായത് തണ്ടായിട്ട് മാറുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുകളിലേക്ക് വളർന്നിട്ട് കാണ്ഡമായിട്ട് തണ്ടായിട്ട് മാറുന്ന ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, യെസ്, പ്ലമ്യൂൾ എന്ന് പറയൂ അല്ലെ. മലയാളത്തിലാണെങ്കിൽ എന്ത് എഴുതും നമ്മള്, ബീജശീർഷം. ബീജശീർഷം അല്ലെങ്കിൽ പ്ലമ്യൂള് വളർന്നിട്ടാണ് അതിന്റെ കാണ്ഡമായിട്ട്, സ്റ്റെം ആയിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളും ഒരു ചെടിയുടെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട്, വിത്ത് മുളയ്ക്കുന്ന പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതാ ഈ ഒരു ടേബിൾ ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഈ ടേബിൾ എന്റെ മക്കള് കൃത്യമായിട്ട് പഠിക്കണം. ഈ ടേബിൾ ആയിട്ടല്ല പരീക്ഷയ്ക്ക് ചോദിക്കുക, പക്ഷെ ഈ ടേബിളിൽ നിന്ന് ഇപ്പൊ നമ്മൾ കണ്ടപ്പോ ഒരു 3 ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടില്ലേ, ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻ ചിലപ്പം എന്ത് ചെയ്തേക്കാം, തിരിച്ചും മറിച്ചും ഒക്കെ മക്കളുടെ അടുത്ത് ചോദിച്ചേക്കാം. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റണം. അപ്പൊ മുളച്ചു വരുന്ന ഒരു വിത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 3 ഭാഗങ്ങളാണ്, റാഡിക്കൽ, കോട്ടിലിടൻ ആൻഡ് പ്ലമ്യൂൾ. മലയാളത്തിലാണെങ്കിൽ ബീജമൂലം, ബീജപത്രം, ബീജശീർഷം അല്ലെ. അപ്പൊ റാഡിക്കൽ വളർന്നിട്ട് എന്തായിട്ട് മാറുന്നു, വേരായിട്ട് അഥവാ റൂട്ടായിട്ട് മാറുന്നു. കോട്ടിലിടൻ അല്ലെങ്കിൽ ബീജപത്രം, അതിന്റെ ധർമ്മം, അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ആഹാരം നൽകുക അല്ലെ. ആ ഒരു വളർന്നു വരുന്ന ചെടിക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്, ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, ആഹാരം നൽകുക എന്നുള്ളതാണ്. ആൻഡ് ബീജശീർഷമാണ് എന്തായിട്ട് മാറുന്നത്, കാണ്ഡമായിട്ട് വളർന്നിട്ട് കാണ്ഡമായിട്ട് മാറുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഈ ഒരു ഭാഗത്ത് നിന്ന് മക്കൾ ഓർത്തു വെക്കുക. അടുത്തൊരു ചോദ്യം ഇതാണ്, yes, a board showing directions as shown below is fixed near the river of panchayat അല്ലെ. ഒരു പഞ്ചായത്തിന്റെ അടുത്തതാ ഈ കാണുന്ന പോലെ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. write the direction that should come in the blank space. ആ ഒരു വിട്ടുപോയ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഏത് ദിശയാ വരികയെന്ന് നമ്മൾ എഴുതണം. അപ്പൊ ഇതാണ് ചോദ്യം അല്ലെ. അപ്പൊ ഇതാ നോക്കിയോ നിങ്ങൾ, ഒരു വശത്തേക്ക് ഇതാ എന്ത് കൊടുത്തിട്ടുണ്ട്, വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറിന്റെ ഒപ്പോസിറ്റ് എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ എപ്പോഴും ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ഏറ്റവും മുകളിൽ നോർത്ത്, വടക്ക് നമ്മൾ എഴുതിയാൽ അതിന്റെ ഒപ്പോസിറ്റ് ആണ് എന്ത്, തെക്ക് അല്ലെങ്കിൽ സൗത്ത് എന്ന് പറയുന്നത്. അതൊരു മാപ്പിനെ സംബന്ധിച്ച് ഇപ്പൊ എപ്പോഴും മുകളിൽ തന്നെ ആവണമെന്നൊന്നും ഇല്ല അല്ലെ. മാപ്പ് ആണെങ്കിൽ മാത്രമാണ് ഏറ്റവും മുകൾ ഭാഗം എന്ത്, വടക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വടക്ക് ഭാഗം വരാലോ അല്ലെ, നമ്മുടെ ഭാഗത്ത് വരുന്ന സമയത്ത്, ദിശ പറയുന്ന സമയത്ത്. അപ്പൊ വടക്കിന്റെ അല്ലെങ്കിൽ നോർത്തിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണെന്ന് ഓർക്കുക, സൗത്ത് അല്ലെങ്കിൽ തെക്കാണെന്ന് ഓർക്കുക. ആൻഡ് ഈസ്റ്റ്, കിഴക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എപ്പോഴും എന്താ, വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറ് എന്ന് ഓർക്കുക. അപ്പൊ ഈ തന്നിരിക്കുന്നത് വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറാണ് അല്ലെ അടയാളപ്പെടുത്തിയത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്, യെസ്, മലയാളത്തിലാണെങ്കിൽ നമ്മൾ കിഴക്ക് എന്ന് എഴുതണം, ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം, ഈസ്റ്റ് അല്ലെ, ഈസ്റ്റ് എന്ന് നമ്മൾ എഴുതണം. അപ്പൊ ഈസ്റ്റും വെസ്റ്റും ആണ്, കിഴക്കും പടിഞ്ഞാറും ആണ്. അത് കൃത്യമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പൊ ഈ ഒരു പിക്ചറും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഇതിന്റെ കൂട്ടത്തിൽ മക്കൾ ഓർക്കുക, ചുമരിലൊരു ആ മാപ്പ് വെച്ചാൽ, മാപ്പ് ഏത് മാപ്പ് കിട്ടിയാലും അതിന്റെ ടോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നോർത്ത് അല്ലെ, വടക്കാണ്. ആൻഡ് ഇത് അടയാളപ്പെടുത്താൻ അറിയെങ്കിൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ LSSന്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ ഇതാ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സൈലത്തിന്റെ ആപ്പില് നിങ്ങൾക്ക് വേണ്ടിയില്ലേ നമ്മുടെ ജ്വാല ബാച്ച് ഉണ്ട്, ഫ്രീ ബാച്ച് ആണ്. ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ള മക്കൾക്ക് ഇനിയും സമയമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ആനുവൽ എക്സാം അല്ലെ, ആനുവൽ എക്സാമിനുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് പഠിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ സ്വന്തം യെസ് പ്രാണ ബാച്ചിലെ എൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനകത്ത് ഇതാ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ താല്പര്യമുള്ള മക്കൾ ഇതാ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. കാരണം റിവിഷൻ ബാച്ച് ആണത്. കംപ്ലീറ്റ് ആയിട്ട് എന്താണ്, റിവിഷൻ, ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കണം അല്ലെ. ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ ആയിരിക്കും. അവസാനമുള്ള നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുകയും ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടും ഉണ്ടാവും. അതിന്റെ റിവിഷൻ ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നടന്നുകൊണ്ടിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് ഇതുവരെ ഓൾറെഡി ജോയിൻ ചെയ്ത മക്കളൊന്നും ചെയ്യണ്ട കേട്ടോ. പ്രാണ ബാച്ചിലുള്ള മക്കൾ ജോയിൻ ചെയ്യാനല്ല, അല്ലാത്ത മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ എൻ ഗെയിം ബാച്ചിലേക്ക് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലെ. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരും. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.